ഹൈ ഡിയർ സ്റ്റുഡൻസ്, നമുക്കിപ്പോൾ പരീക്ഷാകാലമാണ് അല്ലേ? നമ്മുടെ മോഡൽ എക്സാംസ് നടക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ വീട്ടിലിരുന്ന് സെൽഫ് പ്രാക്ടീസ് ചെയ്യുന്നു. അങ്ങനെ പരീക്ഷകളിലൂടെ കടന്നു പോകുന്ന ഒരു സമയമാണ് ഇപ്പോൾ. ഈ പരീക്ഷാകാലം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ്റെയും കാലമാണത് അല്ലേ? നമുക്ക് പരീക്ഷ എഴുതുമ്പോൾ കുറച്ചൊന്ന് മാർക്ക് കുറഞ്ഞു പോയാൽ, അല്ലെങ്കിൽ നമ്മൾ പരീക്ഷാ ഹാളിൽ ഒരു കാര്യം നമുക്ക് പെട്ടെന്ന് ഓർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഏറ്റവും വേഗം അത് സമയത്തിനുള്ളിൽ നമുക്ക് ചെയ്തു തീർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, വീട്ടിലിരുന്ന് പഠിക്കുമ്പം പോലും പല കാര്യങ്ങളും ഞാൻ മറന്നുപോയോ എന്ന് നമുക്ക് കൺഫ്യൂഷൻ, ഇനി മറന്നില്ലെങ്കിൽ മറക്കുമോ എന്ന പേടി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ആകുലതകളിലൂടെ കടന്നു പോകുന്ന ഒരു സമയമാണ് നമ്മുടെ ഈ പരീക്ഷാകാലം. ഇത് നിങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, പാരൻസും ഇതുപോലെയാണ്. ഒരു മാർക്ക് ഫ്ലക്ച്വേഷൻ ചെറുതായിട്ടൊന്ന് താഴെ പോകുമ്പോഴോ, അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി കൺസിസ്റ്റൻസിയിൽ എവിടെയെങ്കിലും ഒരു മാറ്റം വരുമ്പോഴോ, എൻ്റെ മോളെ കൊണ്ട് അത് പറ്റുമോ, അല്ലെങ്കിൽ ഇനി പറ്റാതിരിക്കുമോ, എന്താണ് അതിന് ചെയ്യേണ്ടത്, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യനുകൾ. അപ്പോൾ ആദ്യം അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഓരോ കാര്യത്തെക്കുറിച്ച് എത്രത്തോളം നെഗറ്റീവായിട്ട് ചിന്തിക്കുമോ, ഈ ചിന്തകളെല്ലാം തന്നെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പ്രോസസ്സ് ചെയ്യപ്പെടും. നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരു പ്രാവശ്യം ബുക്ക് എടുക്കുമ്പോൾ തന്നെ നമ്മൾ ആലോചിക്കുന്നത്, ഇനി ഇത്രയും സമയത്തിനുള്ളിൽ ഇത് പഠിച്ചു തീർക്കാൻ എന്നെക്കൊണ്ട് കഴിയുമോ. അപ്പോൾ നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ എന്നെക്കൊണ്ട് പഠിച്ചു തീർക്കാൻ കഴിയുമോ എന്നൊരു നെഗറ്റീവ് തോട്ടിലാണ് നമ്മൾ തുടങ്ങുന്നത് തന്നെ. ഇത് ബുക്ക് എടുക്കുമ്പം വേണമെന്നില്ല, ആ ഒരു ദിവസം തുടങ്ങുമ്പോഴോ, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു ദിവസം രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ പോലും നിങ്ങൾ വിചാരിക്കുന്നത്, നാളെ അയ്യോ, അല്ലെങ്കിൽ ഞാൻ ഇന്ന് പഠിച്ചത് ഓർക്കുമോ എന്നുള്ളതാണ്. അപ്പോൾ ഇതൊന്നും തന്നെ നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല കൊടുക്കുന്നതെങ്കിലും ഓൾവേസ് നമ്മളൊരു നെഗറ്റീവ് തോട്ട്സ് നമ്മുടെ സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്നുണ്ട്. ഇത് വന്നു പോകുന്ന ഒരു കാര്യമാണെങ്കിലും അത് വരാതിരിക്കാൻ നമുക്ക് മാക്സിമം നന്നായിട്ട് നോക്കാം. ഈ ഒരു സമയത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മളിലൊരു വിശ്വാസം വേണം. പലരും വന്ന് പറയുന്നത്, ഞാൻ 12 മണിക്കൂർ അല്ലെങ്കിൽ 14 മണിക്കൂർ പഠിക്കുന്നു, എനിക്ക് ഇഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്നതിൻ്റെ അത്രയും എനിക്ക് അതിനൊരു ഫലം കിട്ടുന്നില്ല എന്നാണ്. അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ പഠിക്കുന്നതിനനുസരിച്ച് ഫലം കിട്ടുന്നില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുമ്പോൾ, നമ്മളെ തന്നെ ബ്ലെയിം ചെയ്യുകയാണ് അല്ലേ? ഞാൻ കുത്തിയിരുന്ന് പഠിക്കുന്നു, എന്നിട്ടും എൻ്റെ സിസ്റ്റം എനിക്ക് പറഞ്ഞു തരുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ ഒന്ന് കുറ്റപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മളെപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ, നിങ്ങൾ അല്ലാതെ ആലോചിച്ച് നോക്കിയേ, നിങ്ങളെ വെളിയിൽ നിന്ന് ആരെങ്കിലും കുറ്റപ്പെടുത്തിയാൽ നമുക്ക് എന്ത് തോന്നും? നമ്മൾ ഇറിറ്റേറ്റഡ് ആവും. എപ്പോഴും എന്താ കുറ്റപ്പെടുത്തുന്നതെന്ന് വിചാരിക്കും അല്ലേ? നമുക്ക് അതിനോട്, അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടം, നമ്മൾ ആ ആളിനോട്, അല്ലെങ്കിൽ പറഞ്ഞ ആ ഒരു സംഭവത്തിനോട് നമുക്കൊരു ഇഷ്ടക്കേട് വരും. ഇതേ ഇഷ്ടക്കേടാണ് നിങ്ങളും നിങ്ങളുടെ സിസ്റ്റത്തിന് കൊടുക്കുന്നത്. പഠിക്കാൻ ബുക്ക് എടുത്ത് വെക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യം ആലോചിക്കുമ്പോൾ, ഇതൊന്നും അല്ല, പഠിച്ചു കഴിയുമ്പോഴും നമ്മൾ കൊടുക്കുന്ന ഒരു ഇൻപുട്ട് നിങ്ങളുടെ സിസ്റ്റത്തിന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒന്ന് നെഗറ്റീവായിട്ട് കൊണ്ടുപോകണം. എനിക്ക് അതിനുള്ള കഴിവില്ല, അല്ലെങ്കിൽ ഞാൻ ഇത്രയും പഠിച്ചിട്ടും എൻ്റെ സിസ്റ്റം അത് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയോ? നമ്മളെ കുറ്റപ്പെടുത്താതിരിക്കുക. നമുക്ക് പോസിറ്റീവായിട്ടിരിക്കാൻ ഏറ്റവും വേണ്ടത് സെൽഫ് അപ്രീസിയേഷനാണ്. അതുകൊണ്ടാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഒരു കാര്യം, ഞാൻ ഒരു കാര്യം പഠിച്ചു തീർക്കുന്നു വെക്കുന്നു, അത് പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ സെൽഫ് റിവാർഡ്സ് കൊടുക്കാനാണ് പറയുന്നത്. പക്ഷെ നമ്മൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, 10 മണിക്കൂർ നിങ്ങൾ ഇരിക്കുമ്പോൾ 7 മണിക്കൂറും സിസ്റ്റം പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ 7 മണിക്കൂറും പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. 3 മണിക്കൂറത്തെ കാര്യം വിട്ടുപോയി, അല്ലെങ്കിൽ 1 മണിക്കൂറത്തെ കാര്യം വിട്ടുപോയി. അവിടെ നമ്മൾ എന്താ ചിന്തിക്കുന്നത്? അയ്യോ, ഞാൻ 3 മണിക്കൂർ വെറുതെ കളഞ്ഞു, ഈ 3 മണിക്കൂർ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ, ഈ 3 മണിക്കൂറും ഞാൻ ഡിസ്ട്രാക്റ്റഡായി, എൻ്റെ ബ്രെയിൻ കോഡ് ചെയ്തില്ല. അവിടെയാണ് ഏറ്റവും വലിയ പ്രോബ്ലം. ഈ 7 മണിക്കൂർ നമ്മുടെ കൂടെ നിന്നതാണ് നമ്മുടെ സിസ്റ്റം. അവിടെ ആ സിസ്റ്റത്തിന് ഒരു റിവാർഡ് കൊടുക്കുന്നതിന് പകരം നമ്മൾ എന്താ ചെയ്തേ? നമ്മളൊരു നെഗറ്റീവ് തോട്ട്, എന്നെ കൊണ്ടത് പറ്റില്ല, എന്നെ കൊണ്ടത് പറ്റുമോ, എന്താ ഞാൻ ഇങ്ങനെ. സോ ആദ്യം എപ്പോഴും നമ്മൾ പറയുന്ന കാര്യം സെൽഫ് റിവാർഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ സെൽഫ് റിവാർഡിങ്ങിന് പകരം നമ്മൾ ചെയ്യുന്നത് നമ്മളെ തന്നെ ഡീമോട്ടിവേറ്റ് ചെയ്യുകയാണ്. സോ ഈ ഒരു സ്റ്റഡീസിൽ ആ ഒരു ടെൻഷൻ, ആങ്സൈറ്റി, അല്ലെങ്കിൽ നമുക്ക് അത്രയും ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നിടത്ത് നിങ്ങൾ ആദ്യം മാറ്റിവെക്കേണ്ട കാര്യം നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തുന്നതാണ്. ഒരുപക്ഷെ നിങ്ങളത് അറിയാതെ കുറ്റപ്പെടുത്തുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾ അറിയാതെ വന്നു പോകുന്ന ഒരു ചിന്തയാണെങ്കിൽ പോലും അതൊരു കുറ്റമാണ്. ബ്രെയിനിനെ, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിനെ നമുക്ക് കുറ്റപ്പെടുത്തണ്ട. ഇത്രയും കാര്യങ്ങൾ അവൻ നിങ്ങൾക്ക് ഓർത്ത് തരുന്നില്ലേ? അപ്പോൾ എപ്പോഴും ഒന്ന് സെൽഫ് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ നല്ലതാണ്, ഞാൻ ഇത്രയും പഠിച്ചില്ല. നിങ്ങൾ തന്നെ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കണം, ഇന്ന് ഞാൻ ഇത്രയും പഠിച്ചില്ലേ, 5 കണക്കേ ചെയ്തോളൂ, മതി, 5 കണക്ക് എനിക്ക് ചെയ്യാൻ പറ്റി, എനിക്ക് തെറ്റിയതെല്ലാം ഞാൻ ഇന്ന് പഠിച്ചിട്ടുണ്ട്, ഇത്രയും ഞാൻ പഠിച്ചു. അപ്പോൾ നിങ്ങൾ പഠിക്കാത്തതിനെ കുറിച്ച് ഓവർ തിങ്ക് ചെയ്യാതെ, എത്രയാണ് ഞാൻ പഠിച്ചത് അതിനെക്കുറിച്ച് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ ഇത്രയും ചെയ്തിട്ടുണ്ട്, ഇന്ന് ഞാൻ ഉറങ്ങുന്നതിന് മുൻപ് ഇത്രയും
അണ്ടർലൈൻ ചെയ്തിട്ടാണ് ഉറങ്ങുന്നത്, നാളെ ഞാൻ ഇതിനേക്കാളും മുകളിൽ എനിക്ക് ചെയ്യാൻ പറ്റും. എപ്പോഴും നമ്മളൊരു പോസിറ്റീവ് ഇൻപുട്ട് കൊടുത്തുകൊണ്ടേയിരിക്കണം. അതിനാദ്യം വേണ്ടത് സെൽഫായിട്ട് ഡീമോട്ടിവേറ്റ് ചെയ്യാതിരിക്കുക. ഇവിടെ പാരൻസിനോടും കഴിഞ്ഞ പരീക്ഷ വരെ നീ നന്നായിട്ട് പഠിച്ചതല്ലേ, അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു ഫ്ലക്ച്വേഷൻ, താഴേക്ക് പോയാൽ നമുക്ക് നീറ്റ് കിട്ടുമോ, ഇങ്ങനെയുള്ള നിങ്ങളുടെ ഓരോ ക്വസ്റ്റ്യനും ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുട്ടിയെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി, ഫ്രസ്ട്രേറ്റഡ് ആകാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിൽ നിന്ന് പഠനത്തിൽ നിന്ന് ഒന്ന് ഫോക്കസ് മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. പക്ഷേ പറയുന്ന ഓരോ വാക്കുകളും നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഈ ഒരു സമയത്ത് നെഗറ്റീവായിട്ടായിരിക്കും ചെന്ന് വീഴുന്നത്. കാരണം അമ്മ എന്തിനത് പറഞ്ഞു, അല്ലെങ്കിൽ അച്ഛൻ എന്തിനത് പറഞ്ഞു എന്ന് ചിന്തിക്കാനുള്ള ഒരു മാനസിക അവസ്ഥ ഈ ഒരു സമയത്ത് അവർക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മളും അങ്ങനെയാണ്. പരീക്ഷ എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് നമ്മളോട് ഇത്തരം വാക്കുകൾ പറയുമ്പോൾ നമ്മളും എത്രത്തോളം സ്ട്രെനുവസ് ആയിരുന്നു എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. അപ്പൊ ഈ സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുട്ടികളോടൊപ്പം ഏറ്റവും പോസിറ്റീവായിട്ടൊരു വൈബ് കൊടുക്കുക എന്നുള്ളതാണ്. സിസ്റ്റം എത്രത്തോളം പോസിറ്റീവായിട്ട് സെൽഫ് റിവാർഡിംഗ് ആയിട്ടിരിക്കുമോ നമുക്കൊരു സെൽഫ് റെസ്പെക്ട്, ആ സെൽഫ് റെസ്പെക്ട്, സെൽഫ് മോട്ടിവേഷൻ, അതിനെ ഓവർകം ചെയ്യാനായിട്ട് ഒന്നുമില്ല തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഒരു വിജയമാണ് വേണ്ടതെങ്കിൽ ഡെഫിനറ്റ്ലി എല്ലാ നിമിഷവും എല്ലാ സമയവും സെൽഫ് മോട്ടിവേറ്റ് ചെയ്യുക. Brilliant Study Center, India's #1 coaching center for NEET and JEE.